അപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പിന്നെ അത് ഇനിഷ്യൽ സ്റ്റേജിൽ മാർക്കറ്റ് ചെയ്യണം. ബിക്കോസ് ഞാൻ ചെയ്യുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ദിസ് എ ക്വൈറ്റ് കോമ്പറ്റീറ്റീവ് ആൻഡ് ഹൈലി ടെക്നിക്കലി ഇൻവോൾവ്മെന്റ് ജോബ്. ഇത് നിസ്സാരപ്പെട്ടവരെ കൊണ്ട് അങ്ങനെ ഇത് ഉണ്ടാക്കിയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ഫ്രം കൺസെപ്റ്റ് ടു കമ്മീഷനിങ്. അതെന്താണ് സാർ? അതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 5-6 പ്രൊജക്റ്റിൻ്റെ ഉണ്ട്. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ അസാഡസ് വേസ്റ്റ് ഡിസ്പോസൽ. ഈ അസാഡസ് വേസ്റ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഓൾമോസ്റ്റ് ഓൾ ഇൻഡസ്ട്രീസ്. അവരുടെ എൻ പ്രൊഡക്റ്റ് ശേഷം അവർക്ക് അവിടെ നിന്ന് ഒത്തിരി വേസ്റ്റ് വരുന്നുണ്ട്. അതിനെ ഡിസ്പോസ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ എഫക്റ്റ് ടു ദ അഗ്രികൾച്ചർ ആൻഡ് അതർ നെയ്ബറിംഗ് പീപ്പിൾ. പൊല്യൂഷൻ. പിന്നെ അതിൽ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ, അതിന് BMW എന്ന് പറയും. BM മീൻസ് ബയോ മെഡിക്കൽ വേസ്റ്റ്. ഈ സിസ്റ്റത്തിൻ്റെ പിന്നെ ഇൻസിൻറേറ്റർ സിസ്റ്റം. അത് ആ കാണുന്ന ഫോട്ടോയാണത്. ഇത് അതിൻ്റെ സിവിലിൻ്റെ മുതൽ അവസാനം പുക ചിമ്മിനിയിലെടുത്ത് ഡിസ്ട്രോയ് ചെയ്ത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോംസ് പ്രകാരം നമ്മൾ അതിന് എമിഷൻസ് എടുത്തു കൊടുക്കണം. ഇറ്റ്സ് എ ക്വൈറ്റ് ഹാർഡ് വർക്കിംഗ്, ഹൈലി ടെക്നിക്കലി ജോബ് ആൻഡ് മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്. ദർ ആർ ലോട്ട്സ് ഓഫ് ലേബേഴ്സ് ഇൻവോൾവ്. അപ്പം ഈ വേ ബാക്ക് ഇൻ 2002, no 2000, and that means the beginning of 2003, I took a decision to start something my own. So ഞാൻ ചോദിച്ചു വരുന്നത് വെച്ച് കാണാം. വളരെയധികം ഒരു ധൈര്യം. യെസ്, തീർച്ചയായും എന്തിനേയും ഫേസ് ചെയ്യാം. കാരണം നമ്മൾ ഇത്രയും നാളത്തെ ഒരു പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു 12 കൊല്ലം ഒരാളുടെ കൂടെ ജോലി ചെയ്യുന്നു, അയാൾ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമായിട്ട് തുടങ്ങി അതിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ അതായിരുന്നു സാറ് തുടങ്ങാനുണ്ടായ കാരണം. അതാണ് ആദ്യമായി ആ സാറെ പേര് കൊടുക്കുന്നത് മണികണ്ഠൻ. ഞാൻ ടോട്ടലി ഐ എം എ റിലീജിയസ് മാൻ. ഞാൻ വളരെയധികം വർഷങ്ങളുള്ളൂ. അപ്പം ഈ 2 വർഷമായിട്ട് പോകുന്നില്ല. നവംബർ 16 മാലയിട്ട് കഴിഞ്ഞാൽ 41 ദിവസം വ്രതമെടുത്ത് ഈവൻ ഐ വോണ്ട് നോട്ട് വിയർ ചെപ്പലാണ്, ചെരുപ്പ് പോലും ഇടത്തില്ല. ഇവിടെ ആണെങ്കിൽ തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് 41 ദിവസം വ്രതമെടുത്ത് വളരെയധികം വർഷങ്ങളോളം ഞാൻ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പോകുന്നില്ല. തീർച്ചയായും സാറിൻ്റെ മാതാപിതാക്കളിലേക്ക് കടന്നു വരണം. കാരണം ഇങ്ങനൊരു മകനെ ജന്മം കൊടുത്തു. കാരണം ഇത്രയും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു മകന്. അതുകൊണ്ട് സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ അച്ഛൻ ഒരു റെയിൽവേയിലെ ഒരു ചെറിയ ജോലിക്കാരനായിരുന്നു. എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു. എൻ്റെ അച്ഛന് 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ അന്നത്തെ കാലത്ത് വലിയ ഒരു അസുഖമായിരുന്നു ക്യാൻസർ. വളരെയധികം വർഷം അതിനു വേണ്ടി എല്ലാം ഉള്ളതെല്ലാം ലോൺ എടുത്തും കടം മേടിച്ചും എല്ലാം പോയി ആ ട്രീറ്റ്മെൻറ്റ് പോയി. അവർ രക്ഷപ്പെട്ടില്ല, അവർ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 4 പേരെ പഠിപ്പിക്കാൻ തന്നെ എൻ്റെ രക്ഷകർത്താക്കൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു വിധത്തിൽ ഞങ്ങൾ പഠിച്ചു. അവർ അനുഭവിച്ച ആ യാതനകൾ, കഷ്ടങ്ങൾ ഇന്നും ഒരു ദിവസമെങ്കിലും ഒരു നേരം ഞാൻ ഓർക്കാതിരിക്കില്ല. തീർച്ചയായും അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് സാറിൻ്റെ അമ്മയായിരുന്നു. കാരണം അമ്മ സാറിനെ ഒരുപാട് ഇത്രയൊക്കെ ഇത് ചെയ്യുമ്പോഴും സാറിൻ്റെ വളർച്ചയ്ക്ക് അമ്മ നോക്കി കാണുമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അത് അമ്മ ഇന്നും ഉണ്ട്. ഇന്ന് അമ്മ സംതൃപ്തിയാണ്. കാരണം ഒരു നാള് ഇത്രയും വളരെ ബുദ്ധിമുട്ടി, എത്രമാത്രം അന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെയധികം. കാരണം ഒരു എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഷ്ടപ്പെട്ടിട്ടായിരുന്നു എത്രമാത്രം. തീർച്ചയായും ഈ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ സാറിന്റെ മകനോട് സാറ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം സാറ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് എത്രമാത്രം ഡെവലപ്പ് ചെയ്ത് സാറ് ബുദ്ധിമുട്ടിയത്. കാരണം വെച്ചാൽ ക്ലാസ്സിലേക്ക് മറ്റുള്ള കുട്ടികൾ വരുമ്പോൾ സാറിന്റെ ഒരു പൊസിഷൻ, കാരണം വളരെ ഒരു സാമ്പത്തികം കുറഞ്ഞ ഒരു വീട്ടിൽ വരുന്ന സാറിനെ അപ്പോൾ കാണുന്ന ഒരു ഫീലിങ്സ്. Yeah, I'm just telling you, when we had struggled, when
ഫോർ 1 cup of tea. ഇത് ഓണമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം കഷ്ടത്തിലൂടെ നീങ്ങിയ ആളാണ്. പക്ഷേ എനിക്കെന്തുകൊണ്ടോ എനിക്കൊരു മകനുണ്ട്. ഐ എം നോട്ട് പ്രൗഡിങ് മൈസെൽഫ്. ഈസ് ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. എൻ്റെ മുമ്പിൽ ഇരിക്കില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ വന്ന് വിളിച്ചു തരുന്നതാണ്. ഈസ് about 30 years old, around 29-30, having a kid. Still, he will not sit in front of me. കാരണം എന്ന് വെച്ചാൽ സാറിന്റെ മാതാപിതാക്കളെ എത്രമാത്രം That may be the reason. 100% that is our reason. കാരണം സാറിന് എത്രമാത്രം, കാരണം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യൂ, അവരെ എത്രമാത്രം നമ്മൾ സംരക്ഷിക്കും, തീർച്ചയായും നമ്മുടെ കുട്ടികൾ നമ്മളെയും സംരക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാറിന് എനിക്ക് ഇവൻ എൻ്റെ ചെക്ക് ബുക്ക് വരെ ബ്ലാങ്ക് സൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഹി വിൽ നോട്ട് ടേക്ക് എനി സിംഗിൾ പൈ അൺലെസ് ആൻഡ് അണ്ടിൽ ഐ ഗീവ്. കാരണം സാറിന്റെ ബുദ്ധിമുട്ടുകൾ, സാറിന്റെ ദുഃഖങ്ങൾ, സാറെടുത്ത സ്ട്രെയിൻ ഒക്കെ കണ്ടു വളർന്നതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈസ് ടോട്ടലി റിലീജൻ. രാവിലെ 7 മണി 7-8 മണി എണീറ്റ് കഴിഞ്ഞാൽ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് ഈ മണിനഗർ വാർഡിലെ എത്ര ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആ ദിനചര്യ കഴിഞ്ഞിട്ടേ ഇവൻ വരികയുള്ളൂ. അതേമാതിരി തന്നെ എൻ്റെ ഈവനിങ് ഞാൻ ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട്. 6 മണിക്ക് 7 മണിക്ക് നീ എന്തിനു പോകണം, വൈ ഡോണ്ട് യു ബി ഹിയർ അറ്റ്ലീസ്റ്റ് അപ് ടു നൈറ്റ് 8 or 9 or 10 o'clock. പക്ഷേ എൻ്റെ പ്രഷർ കൂടുമ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ ആക്ച്വൽ തിങ് ഐ ക്യാൻ ആൾസോ അണ്ടർസ്റ്റാൻഡ്. അവൻ ചെയ്തു കൊണ്ടുവന്നിരുന്ന ആ പ്രവൃത്തി അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്. വേറെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് വന്നാൽ യു ഷുഡ് ഗോ ബാക്ക് ഹിറ്റ് ഹോം. പിന്നെ ചായ കുടിക്കണമെങ്കിൽ ഒരു മറ്റുള്ള ഇന്നത്തെ കണക്കുകളാണെങ്കിലും മറ്റുള്ള ഒരു 95% ആൾക്കാരും ഇത് കണക്കൊരു മകനെ കിട്ടാൻ ഞാൻ ആ രൂപത്തിൽ ഭാഗ്യവാനാണ്. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു അച്ഛൻ ഒരു മകനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളാണ് ഇപ്പോൾ വാസുദേവൻ സാർ പറഞ്ഞത്. കാരണം അത് പൂർണ്ണമായും താങ്കൾ വളരെ സംതൃപ്തിയോടുകൂടി അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അതിലൊരു പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം മകനെ കുറിച്ചുള്ള ഒരു പ്രൗഡ് ഒരു അച്ഛൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഏറ്റവും വലുത് തീർച്ചയായും അത് സൂരജിന്റെ ക്യാരക്ടറിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അച്ഛൻ്റെ ഒരുപാട്, ഇപ്പം അച്ഛൻ പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ സൂരജ് വളരെ ചെറുപ്പം നാൾ മുതൽ മനസ്സിലാക്കിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മരണത്തെ പോലും മുഖാമുഖം കാണുന്ന അച്ഛൻ. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ഈ കൈക്ക് ആക്സിഡന്റ് തീർച്ചയായും ഒരു അറ്റാക്ക്. കാരണം അച്ഛൻ എന്താണ് അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ ഒരു കുഞ്ഞു തമ്മിലും വീട്ടുകാർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന പോലും സൂര്യൻ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്ത് അവിടെ സംഭവിച്ചു, അച്ഛൻ ഹോസ്പിറ്റലാണ്, എന്താണ്. പക്ഷെ ഇതൊക്കെ ഒരുപാട് കണ്ട് സൂര്യൻ വളർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതെല്ലാം കണ്ട് നമ്മൾ ഓരോന്ന് കണ്ടില്ല നമ്മൾ പഠിക്കും എന്ത് എങ്ങനെ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത്. വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ അച്ഛന്റെ നിഴലായിട്ട് സൂരജ് കൂടെ ഉണ്ട് ഓരോ കാര്യങ്ങൾ നോക്കാനും. എന്തൊക്കെയാണ് പുതിയ ഫ്യൂച്ചറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സൂരജ് ആഗ്രഹിക്കുന്നത്? പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയ ടെക്നോളജി ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പുതിയ സ്റ്റെപ്പ് എടുക്കണം. അതാണ്. പിന്നെ ഏതെങ്കിലും വേറെ ഫ്ലെക്സിബിലിറ്റി വേണം കമ്പനിക്ക്. അങ്ങനെയുള്ളതൊക്കെ പുതിയ നമ്മളെ ഗ്ലോബൽ എങ്ങനെ നമ്മുടെ കമ്പനി അറിയപ്പെടണം, അതിനുള്ള ഇതൊക്കെ നല്ല പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ഒരു ക്വാളിറ്റിയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് സൂരജ് മനസ്സിലാക്കിയിട്ടുള്ളത്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹിംസെൽഫ് ഈസ് എ ഗുഡ് ക്വാളിറ്റി ടു മീ. കാരണം എല്ലാ കാര്യങ്ങളിലും ഈവൻ എവറി വേർഡിങ്സ് വാട്ട് ഹി സേസ് ഈസ് ആബ്സല്യൂട്ട്ലി ക്വാളിറ്റി ഫോർ മീ. തീർച്ചയായും റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഫാദർ. കാരണം അത് നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. നമ്മൾ അതിനെ ഫോളോ ചെയ്തു പോയാൽ വിൽ ബി ഇൻ എ ഗുഡ് പൊസിഷൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സക്സസ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ അനുഭവങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അച്ഛൻ തരണം ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി.